ഇന്ന് സ്ട്രക്ചർ ഓഫ് കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് മനസ്സിലാക്കാം. രണ്ട് വിധത്തിലുള്ള കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് ആക്റ്റിൻ, മറ്റേത് മയോസിൻ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആക്റ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആക്റ്റിൻ എന്ന് പറയുന്നത് രണ്ട് ഫിലമെൻറ്റ്സ് ഇങ്ങനെ ഹെലിക്കലി വൗണ്ടാണ്, അതായത് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു സ്പൈറൽ പോലെ ചുറ്റിയിരിക്കുന്ന രണ്ട് ലോങ് ഫിലമെൻറ്റ്സ് ഉണ്ട്. അവയുടെ പേരാണ് എഫ് ആക്റ്റിൻ. എഫ് ആക്റ്റിൻ എത്ര എണ്ണം ഉണ്ട്? രണ്ട് ഫിലമെൻറ്റ്സ് ഉണ്ട്. ഇനി ഈ എഫ് ആക്റ്റിൻ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫിലമെൻറ്റസ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. സോ ഫിലമെൻറ്റസ് ആക്റ്റിൻ അഥവാ എഫ് ആക്റ്റിൻ എന്ന് നമ്മൾ പറയുന്നു. ഈ ഫിലമെൻറ്റസ് ആക്റ്റിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊരു പോളിമറാണ്. പോളിമർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ചേർന്നുണ്ടാകുന്നതിനെയാണ് പോളിമർ എന്ന് പറയുന്നത്. ഇവിടെ പോളിമറിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് അഥവാ മോണോമിയർ എന്ന് പറയുന്നത് ജി ആക്റ്റിൻ ആണ്. അപ്പോൾ ഇതിലെ ഓരോ ഗ്ലോബുലാർ സ്ട്രക്ചറിനെയും നമ്മൾ ജി ആക്റ്റിൻ അഥവാ ഗ്ലോബുലാർ ആക്റ്റിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ ഗ്ലോബുലാർ ആക്റ്റിൻ ചേർന്ന് ഒരു ചെയിനായിട്ട് മാറും. അപ്പോൾ അതിനെ നമ്മൾ എഫ് ആക്റ്റിൻ എന്ന് പറയും. അങ്ങനെ രണ്ട് എഫ് ആക്റ്റിനാണ് ചുറ്റിപ്പിടഞ്ഞ് കിടക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലൂടെ വേറെ രണ്ട് പ്രോട്ടീൻ ചെയിൻ റൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ നീല കളറിൽ കൊടുത്തിരിക്കുന്നതാണത്. ആ പ്രോട്ടീൻ ചെയിൻ്റെ പേരാണ് ട്രോപ്പോമയോസിൻ. അപ്പോൾ രണ്ട് എഫ് ആക്റ്റിൻ്റെ പുറത്തുകൂടി പോകുന്ന ആ ഒരു പ്രോട്ടീൻ ചെയിൻസിനെ പറയുന്ന പേരാണ് ട്രോപ്പോമയോസിൻ. ഇനി ട്രോപ്പോമയോസിൻ്റെ ഇടയ്ക്ക് 3 യൂണിറ്റ്സ് കാണാം. അത് മറ്റൊരു പ്രോട്ടീനാണ്. അതിൻ്റെ പേരാണ് ട്രോപ്പോണിൻ. അപ്പോൾ രണ്ട് എഫ് ആക്റ്റിൻ, അത് ഹെലിക്കലി വൗണ്ടാണ്. അതിൻ്റെ പുറത്തുകൂടി വീണ്ടും വേറെ രണ്ട് ചെയിൻസ് ഹെലിക്കലി വൗണ്ട് ഉണ്ട്. അതിനെ പറയുന്ന പേര് ട്രോപ്പോമയോസിൻ. ആ ട്രോപ്പോമയോസിൻ്റെ ഇടയ്ക്കെല്ലാം എന്തുണ്ട്? ട്രോപ്പോണിൻസ് ഉണ്ട്. 3 യൂണിറ്റ്സ് ആണുള്ളത്. ഇവിടെ ഇപ്പോൾ ഇതൊരു ഗ്ലോബുലാർ പ്രോട്ടീനാണെന്ന് നമുക്കറിയാം അല്ലേ? ഈ ഗ്ലോബുലാർ പ്രോട്ടീൻസിൽ അത് ആക്റ്റിൻ്റെ ഭാഗമാണല്ലോ. അതിനകത്ത് ഒരു മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. അതായത് മറ്റൊരു കോൺട്രാക്റ്റൈൽ പ്രോട്ടീനായ മയോസിൻ്റെ ഹെഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഇവിടെയാണ്. അതിനെയാണ് പറയുന്നത് മയോസിൻ ബൈൻഡിങ് സൈറ്റ്. അങ്ങനെ പല ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ബൈൻഡിങ് സൈറ്റിനെ മാസ്ക് ചെയ്ത് അല്ലെങ്കിൽ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആരാണ്? ട്രോപ്പോണിൻ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മയോസിൻ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മുടെ മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് മയോസിൻ ബൈൻഡ് ചെയ്തേ പറ്റൂ. ആ സമയത്ത് ഈ ട്രോപ്പോണിൻ മാറും. അതെങ്ങനെയാണെന്ന് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആക്റ്റിൻ്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് രണ്ടാമത്തെ കോൺട്രാക്റ്റൈൽ പ്രോട്ടീനായ മയോസിൻ്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാം. മയോസിൻ എന്ന് പറയുന്നത് കുറേ തിക്ക് ഫിലമെൻ്റാണ് ഉണ്ടാക്കുന്നത് അല്ലേ? അത് അനൈസോട്രോപ്പിക് ബാൻഡ് അല്ലെങ്കിൽ തിക്ക് ഫിലമെൻ്റാണ് ഉണ്ടാക്കുന്നത്. അതിൽ കുറേ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഉണ്ട്. അപ്പം നേരത്തെ നമ്മൾ കണ്ടു ആക്റ്റിനിലെ എഫ് ആക്റ്റിന് കുറേ ഇൻഡിവിജ്വൽ മോണോമിയേഴ്സ് ഉണ്ടായിരുന്നു. അവയായിരുന്നു എന്ത്? ജി ആക്റ്റിൻ അഥവാ ഗ്ലോബുലാർ പ്രോട്ടീൻ. ഇവിടെയുള്ള ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് മിറോമയോസിൻ. ഓക്കെ, ഈ മിറോമയോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് മോളിക്യൂൾസ് ചേർന്നതാണ്. പാമ്പ് പോലെ രണ്ട് സ്ട്രക്ചറാണ് ഈ മിറോമയോസിന് ഉള്ളത്, രണ്ടെണ്ണം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്. ഇതിനെ എന്ത് പറയും? മിറോമയോസിൻ. അപ്പോൾ ഇങ്ങനെ കുറേ മിറോമയോസിൻസ് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഒരു മയോസിൻ ഫിലമെൻ്റ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ പാർട്സ് നോക്കിയാൽ ഇതിനൊരു ഗ്ലോബുലാർ ഹെഡ് റീജിയൻ ഉണ്ട്. പിന്നെ ഇതിനെ നമുക്കൊരു ഷോർട്ട് ആം എന്ന് പറയാം. പിന്നെ ഈ പാർട്ടാണ് എന്ത്? ടെയിൽ റീജിയൻ. ഓക്കെ, അപ്പോൾ ഈ ഹെഡും ഷോർട്ട് ആമും ചേർന്നുള്ള ഭാഗത്തിനെ നമ്മൾ ഹെവി മിറോമയോസിൻ അഥവാ HMM എന്നാണ് പറയുന്നത്. HMM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹെവി മിറോമയോസിൻ. ഏതൊക്കെയാണ് ആ പാർട്സ്? ഹെഡും ഷോർട്ട് ആമും. ഇനി ഈ ടെയിലിൻ്റെ പാർട്ടിനെ നമ്മൾ എന്ത് പറയും? LMM, ലൈറ്റ് മിറോമയോസിൻ. ഈ ഹെഡ് പാർട്ട് അല്ലെങ്കിൽ HMM അറ്റ് റെഗുലർ ഇൻ്റർവെൽസിൽ ഈ തിക്ക് ഫിലമെൻറ്റിൽ നിന്ന് പ്രൊജക്റ്റഡ് അപ്വേർഡ്സ്. നിങ്ങൾക്കറിയാം, ഇതിപ്പോൾ കണ്ട പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ? ടെയിലിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ എൻറ്റയർ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മിറോമയോസിൻ, അടുത്തൊരു മിറോമയോസിൻ, അടുത്തൊരു മിറോമയോസിൻ, അങ്ങനെ. അപ്പോൾ ഓരോന്നും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഇനി ഈ ഹെഡിൻ്റെ പാർട്ടിൽ എന്തൊക്കെയാണ്? ഇതിനെ നമുക്കൊരു ക്രോസ് ആം എന്ന് പറയാം. ഈ രണ്ട് പാർട്ടിനെ നമുക്ക് ക്രോസ് ആം എന്നും പറയാം. ഇനി നമുക്ക് ഹെഡിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഈ ഹെഡ് റീജിയൻ എന്ന് പറയുന്നത് ഒരു ATP ACE
എൻസൈമാണ്. എപ്പോഴും നിങ്ങൾ ഓർക്കുക, എയ്സ് എന്ന് എൻഡ് ചെയ്താൽ അതൊരു എൻസൈം ആയിരിക്കും. അപ്പോൾ ATP എയ്സ് എന്ന് പറഞ്ഞാൽ ATPയെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ്, അതായത് ATP ഹൈഡ്രോളൈസിങ് എൻസൈം. നമുക്കറിയാം ഏതൊരു പ്രവൃത്തി ചെയ്യാനും നമുക്ക് ഊർജ്ജം ആവശ്യമാണ്. ഊർജ്ജം നമുക്ക് ലഭിക്കുന്നത് ATPയിൽ നിന്നാണ്. ATPയെ ബ്രേക്ക് ചെയ്തിട്ട് വിഘടിപ്പിച്ച് അതിലെ ഫോസ്ഫറസിനെ മാറ്റുമ്പോഴാണ് നമുക്ക് എനർജി ലഭിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വേണം? ഒരു ATP ബൈൻഡിങ് സൈറ്റ് വേണം, അല്ലേ? ATPക്ക് വന്ന് ബൈൻഡ് ചെയ്യാനൊരു സൈറ്റ് ഉണ്ട്, അതാണ് ATP ബൈൻഡിങ് സൈറ്റ്. ഇനി ഈ ക്രോസ് ആം അല്ലെങ്കിൽ നമ്മുടെ മെറോമയോസിൻ ആക്റ്റിനിൽ പോയി ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്. അപ്പം നമ്മൾ നേരത്തെ ആക്റ്റിൻ പഠിച്ചപ്പോൾ അവിടെ മയോസിൻ ബൈൻഡിങ് സൈറ്റ് കണ്ടു. അതാരാ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? ട്രോപ്പോണിൻ. അപ്പോൾ ഇവിടെ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് പോയി ആക്റ്റിനിൽ ബൈൻഡ് ചെയ്യുന്നത്. ഇതെന്താണ്? ATP ബൈൻഡിങ് സൈറ്റാണ്. ATPക്ക് വന്ന് ബൈൻഡ് ചെയ്ത് അത് വിഘടിച്ച് എനർജി ആയാൽ മാത്രമേ ഈ ഹെഡിന് പോയിട്ട് നമ്മുടെ ആക്റ്റിനിൽ ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് സ്ട്രക്ചർ. ഇവിടെ നമ്മൾ കാണിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ മീറോമയോസിനാണ്. ഒരു മീറോമയോസിന് ഒരു ഹെഡ്, ഷോർട്ട് ആം ആൻഡ് ടെയിലുണ്ട്. ഹെഡും ഷോർട്ട് ആമിനെ നമ്മൾ HMM എന്ന് വിളിക്കും. ടെയിലാണ് LMM അഥവാ ലൈറ്റ് മെറോമയോസിൻ. ഇനി ഹെഡ് പാർട്ട് അല്ലെങ്കിൽ ഈ ക്രോസ് ആം റീജിയൻ എപ്പോഴും പ്രൊജക്റ്റഡ് പെർപെൻഡിക്കുലർ ടു ദ തിക് ഫിലമെന്റിന്റെ ഇതിൽ. ഇത്രയാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇനി ഹെഡ് എന്ന് പറയുന്നത് ഒരു ATP എൻസൈമാണ്. അവിടെ 2 സൈറ്റ്സ് ഉണ്ട്. ഒരു ATP ബൈൻഡിങ് സൈറ്റ്, അവിടെ വന്ന് ATPക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റും. ഒപ്പം ഒരു ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്, അതുപയോഗിച്ച് ഈ മിറോമയോസിൻ ആക്റ്റിനിൽ ബൈൻഡ് ചെയ്യും.